നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൃഷഭ എന്ന് പറയുന്ന ഒരു സിനിമയും അതിനോടുകൂടി ഉണ്ടായ വിവാദങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഇതിൽ എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, വൃഷഭ ഭയങ്കര ഫ്ലോപ്പ് തന്നെയായിരുന്നു. അതായത് മോഹൻലാലിന്റെ ആരാധകര് പോലും ആ സിനിമയ്ക്ക് പോയിട്ടില്ല എന്നുള്ളൊരു ഞെട്ടിക്കുന്നൊരു സത്യമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മോഹൻലാലിന് ഒരുപാട് ആരാധകരുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ലാലേട്ടൻ ഫാൻസ്, ലാലേട്ടൻ ഗ്രൂപ്പ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആരാധകര് മോഹൻലാലിനുണ്ട്. അപ്പൊ ആ ആരാധകര് മുഴുവൻ പോയാൽ തന്നെ മോഹൻലാലിന്റെ എല്ലാ സിനിമയും വിജയിക്കുന്നു നമുക്കറിയാം. പക്ഷെ വൃഷഭയ്ക്ക് എന്താണ് സംഭവിച്ചത്? അതിന്റെ കളക്ഷൻ റിപ്പോർട്ട് ഇത്രയാണ്, 83-85 കോടിയാണ് കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. 85 ലക്ഷം അത്രയേ കിട്ടിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോഴേ ആ സിനിമ കാണാൻ ഇവരുടെ, അതായത് മോഹൻലാലിന്റെ ആരാധകര് പോലും, എന്തിനധികം പറയുന്നത് മോഹൻലാലിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പോലും ആ സിനിമ കാണാൻ പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ മോഹൻലാലിനെ കൈയൊഴിയാനുള്ള കാരണം എന്താണ്? എനിക്ക് തോന്നുന്നത് ദിലീപിന്റെ ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിനു ശേഷം മോഹൻലാലിന് ഒരു വലിയൊരു ഇടിവ് വന്നിട്ടുണ്ട്. ഇനി അദ്ദേഹം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് നല്ലൊരു ഇടിവാണ് വന്നിരിക്കുന്നത്. മോഹൻലാൽ എന്തിനാണ് ഈ സിനിമയിൽ കൊണ്ടുപോയിട്ട് തലവെച്ചു കൊടുത്തത്? മോഹൻലാലിന് ഇതിന് വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? ദിലീപിനെ വെളുപ്പിക്കാൻ വേണ്ടി ദിലീപ് ഉണ്ടാക്കിയ സിനിമയിൽ മോഹൻലാലും ഒരു റോള് ചെയ്തു. മോഹൻലാലിന് വേണ്ടതും ദിലീപിനെ വെളുപ്പിക്കുക, അല്ലെങ്കിൽ ദിലീപ് വെളുക്കട്ടെ എന്ന് കരുതി മോഹൻലാൽ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദിലീപിനെ വെറുക്കുന്നത് പോലെ മോഹൻലാലിനെയും ചിലർ വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ ഒരു വൃഷഭ എന്ന് പറയുന്ന തിയേറ്ററിൽ ആൾക്കാർ വരാത്തത് അതിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതൊരു വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിനെ പോലെ ഒരു നടൻ, ഒരു വലിയ താരമൂല്യമുള്ള നടൻ, മോഹൻലാൽ അഭിനയിച്ച് മോഹൻലാലിന്റെ തല കണ്ടു കഴിഞ്ഞാൽ തന്നെ കോടികൾ വാരാം എന്നുള്ള കാഴ്ചപ്പാടുള്ള നിർമ്മാതാക്കൾ, അത് തന്നെ ഗോകുലം ഗോപാലൻ ചെയ്തിരിക്കുന്നത് മോഹൻലാലിന്റെ തല കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് കോടികൾ കൂടുതൽ വാരാം. നിവിൻ പോളിയെ വെച്ച് ഒരു സിനിമ ചെയ്തപ്പോഴും ഇതുപോലെ മോഹൻലാലിനെ കൊണ്ടുവന്നിരുന്നു. മോഹൻലാലിനെ കൊണ്ടുവന്നതുകൊണ്ട് ആ സിനിമ നല്ല രീതിയിൽ കളക്ഷൻ വാരിയിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമ എങ്ങാനും പൊളിഞ്ഞു പോയാലും മോഹൻലാൽ ഉള്ളത് കൊണ്ട് കുറച്ച് പൈസ വാരാം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് കൊണ്ടുവന്നത്. പക്ഷെ അത് മോഹൻലാലിനാണ് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തതെന്നേ ഞാൻ പറയുള്ളൂ. മോഹൻലാലിന് ഇനി അങ്ങോട്ട് വരുന്ന സിനിമകൾ, ദൃശ്യമൊക്കെ എന്ന് പറഞ്ഞാൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഫാമിലികൾ മോഹൻലാലിനെ കാണണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് പോലും അവരെ തടുക്കാൻ കഴിയില്ല. അതുപോലെയാണ് നടക്കാൻ പോകുന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ദിലീപിന്റെ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് മാത്രം അയാളുടെ ആ ഒരു മൂല്യം താഴെ പോയി എന്നേ ഞാൻ പറയുള്ളൂ. ഫാമിലികൾ വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ദൃശ്യം 3 അത് എത്രത്തോളം തിയേറ്ററിൽ വിജയമാവും എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ഫാമിലികളാണ് മോഹൻലാലിന്റെയും ദിലീപിന്റെയും ഒക്കെ വിജയം. ആ ഫാമിലികളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വിജയിക്കാൻ കഴിയില്ല. ഇവിടെ എത്ര ആണുങ്ങൾ സിനിമക്ക് പോകുന്നുണ്ട്? എൻ്റെ അഭിപ്രായം ഫാമിലികളാണ് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ശരിക്കും മോഹൻലാലിന് അടിതെറ്റിയിരിക്കുന്നത്. ഇതൊരു വലിയ അടിതെറ്റൽ തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു മോഹൻലാലിന്റെ സിനിമ നേടിയ കളക്ഷൻ അത് അങ്ങേർക്കെന്ന് പറഞ്ഞാൽ വലിയ ക്ഷീണം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതാണോ മോഹൻലാലിന്റെ സിനിമയുടെ കളക്ഷൻ? അവര് കേരളത്തിൽ റിലീസ് ചെയ്ത് തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ, ഒരു ബ്രാൻഡ് കണ്ടിട്ട് തന്നെയാണ്. പക്ഷെ ആ ബ്രാൻഡ് ജനങ്ങൾ വെറുത്തു പോയാൽ പിന്നെ ആ ബ്രാൻഡ് തിരിച്ചു കിട്ടാൻ കഴിയില്ല. അതല്ലേ ഇപ്പോഴും നടന്നിരിക്കുന്നത്. ദിലീപ് എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തിനാണ് ബലിയാടായത്? ഇനി ദിലീപിന്റെ ഭീഷണി വല്ലതും ഉണ്ടോ? ലാലേട്ടാ, നിങ്ങൾ അഭിനയിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും അങ്ങനെ പറയും എന്നൊക്കെ ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും അഭിനയിപ്പിച്ചിട്ടുണ്ടാവുക. അല്ലാതെ ഇമാതിരി കൂതറ സിനിമയിൽ വന്നിട്ട് മോഹൻലാൽ തല കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ അയാളുടെ വില തന്നെ കളഞ്ഞില്ലേ. പണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടില്ലാത്ത ആൾ എന്നുള്ളൊരു പേര് അങ്ങേർക്ക് ഉണ്ട്. ദിലീപിന്റെ കൂടെ നിൽക്കുന്നു, അതിജീവിതയോട് നിൽക്കുന്നു. 2 തോണിയിലും കാലെടുത്ത് വെച്ച് ദിലീപിനെയും പണിക്കില്ല, അതിജീവിതയും പണിക്കില്ല. ഇനി അതിജീവിത പണിങ്ങിയാലും കുഴപ്പമില്ല, എനിക്ക് ദിലീപ് മതി എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് മോഹൻലാലിനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പല സന്ദർഭങ്ങളിലും എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഒരു മൗനം സമ്മതിയായിരുന്നു. ഒരു കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും മോഹൻലാൽ ഒരു മൗനിയാണ്. അയാളുടെ മൗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടൂല, ആരോടും ഞാൻ ഇത് കൊടുക്കില്ല, ആർക്കും ഞാൻ എന്നെ പിടികൊടുക്കില്ല എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംഭവമാണ് ഈ മൗനിയായിട്ട് നടക്കുന്നത്. അയാൾ സിനിമാ സംഘടനയുടെ അമ്മ എന്ന് പറയുന്ന തലപ്പത്തിരിക്കുമ്പോഴും അയാൾ ഒരു മൗനി തന്നെയാണ്. അയാൾ ഒരിക്കലും വാ തുറക്കാൻ അയാൾ കൂട്ടാക്കിയിട്ടേ ഇല്ല. അയാൾ വാ തുറന്നിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെയൊന്നും നടക്കത്തില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് മോഹൻലാലിന്റെ വില കളഞ്ഞുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ്. അയാൾ ഇനി തിരിച്ചു വരാൻ നോക്കിക്കഴിഞ്ഞാലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വൃഷഭയുടെ പരാജയം അതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നമ്മുടെ ദൃശ്യം 3 എത്രമാത്രം ഇതാണ് മോഹൻലാൽ
മോഹൻലാലിന്റെ ആൾക്കാർ കയറുമോ, അയാളുടെ ആരാധകര് തന്നെ അയാളെ ഒഴിവാക്കിയോ, അയാളുടെ ആരാധകർക്ക് തന്നെ അയാളെ വേണ്ടേ എന്നുള്ള രീതിയിലൊരു സംശയമാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മോഹൻലാലിന്റെ ആരാധകർ ഇത്രയേ ഉള്ളൂ, ആകെ എന്ന് പറഞ്ഞാൽ ഒരു 1,00,000 ആൾക്കാരെ മോഹൻലാലിന്റെ ആരാധകരുള്ളോ? ഇനി അവര് കയറിയിട്ടുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആരാധകര് കയറിയ കുറച്ചും കളക്ഷൻ വരണ്ടല്ലേ, ആ ഒരു കളക്ഷൻ വരെ വന്നിട്ടില്ല. ഏതായാലും നാണം കെട്ട ഒരു സംഭവം തന്നെയായി പോയി. മോഹൻലാലിന് ഇപ്പോഴും അതിന്റെ നിർമ്മാതാവ് വിളിക്കാറും കൂടിയില്ല എന്നാ പറയുന്നത് കേൾക്കുന്നത്. അതിന്റെ വിജയാഘോഷങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുമ്പോഴും മോഹൻലാലിനെ വിളിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? മോഹൻലാൽ ഈ കുഴിയിൽ പോയി ചാടി, അതിൽ ചാടിയത് കൊണ്ട് പ്രേക്ഷകരെ വെറുത്തു, അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ സിനിമ കാണാൻ പോയില്ല. അത് മോഹൻലാലിന്റെ ഒരു പരാജയം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൃശ്യം ഇപ്പോൾ ഇറക്കണ്ട. ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. അതുപോലെ തന്നെ മോഹൻലാലിനോടും പറയാനുള്ളത്, നിങ്ങൾക്ക് പൈസ വാരാൻ ഇനി കഴിയില്ല. കാരണം നിങ്ങളുടെ സിനിമ കാണാൻ വരില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരാളും വരില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ദിലീപിനെ വിളിപ്പിക്കാനാണ് നിങ്ങൾ ഈ പണിയൊക്കെ എടുത്തിരിക്കുന്നത്. ദിലീപ് എന്ന് പറയുന്നവനെ, അവന്റെ നിരപരാധിത്വം ഇതിലൂടെ അങ്ങ് തെളിയിക്കാം, അവനെ ജനങ്ങളിലേക്ക് ഇതിലൂടെ അങ്ങ് കൊണ്ടുവരാം. അവൻ പറഞ്ഞതുപോലെ എഴുതിയ ഒരു സ്ക്രിപ്റ്റിൽ പോയിട്ട് തലവെച്ച് കൊടുത്തതാണ് മോഹൻലാൽ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്? ഏതായാലും കുറച്ച് കഴിയട്ടെ മോനെ ദിലീപ്, ഞാൻ ഇതിൻ്റെ അകത്ത് വരുന്നില്ല എന്ന് മാനം മര്യാദയോടുകൂടി പറഞ്ഞൂടെ? നമ്മുടെ മമ്മൂക്കയെ നോക്കി, മമ്മൂക്ക വിളിച്ചാൽ പോകത്തില്ലല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവർ വിളിച്ചാൽ പോകത്തില്ലല്ലോ. പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ പറയുന്നത് എന്താ? പണ്ടത്തെ എന്തോ ഒരു സിമ്പതിന്റെ പേരിൽ സിമ്പതി ഒന്നും കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അയാൾ അങ്ങനെ സിമ്പതിയിൽ വളരേണ്ട ഒരു മനുഷ്യനാണ് എനിക്ക് തോന്നിയിട്ടില്ല. അയാൾ കൃത്യമായിട്ടൊന്നും തന്നെ പ്ലാൻ ചെയ്ത്, അയാൾക്ക് കൃത്യം ബുദ്ധിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ പ്രകാരം മാത്രമാണ് അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വൃഷഭ എന്ന് പറയുന്ന സിനിമ നിലയിൽ പൊട്ടിയത് ലാലേട്ടന്റെ അഹങ്കാരം കൊണ്ട് മാത്രമേ ഞാൻ പറയുള്ളൂ. ലാലേട്ടൻ തോന്നിയതുപോലെ അഭിനയിച്ചത് കൊണ്ടാണ് ആ പടത്തിന് ഇത്രയും പരാജയം വന്നത്. അല്ലാതെ ലാലേട്ടന്റെ ഇത് എന്താ പറയുക, വാലിബ സംഘ അങ്ങനെയായിട്ട് മറ്റൊരു പടം ഉണ്ടായിരുന്നു. ആ പടത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ആളും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് ഒരാൾ പോലും തിയേറ്ററിൽ ആൾ കയറുന്നില്ല. മോഹൻലാലിന്റെ പടം വെച്ചിട്ട് ആൾ കയറുന്നില്ല. മോഹൻലാലിനെ ആർക്കും വേണ്ട എന്നുള്ള രീതിയിലാണ്. മോഹൻലാലിന്റെ പിക്ചറും വെച്ചിട്ട് അവിടെ വൃഷഭേന്റെ പോസ്റ്റും വെച്ച് നോക്കുമ്പോൾ ഒരാൾ കയറേണ്ടത്, കയറി കഴിഞ്ഞാലേ പടം നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ മോഹൻലാലിന്റെ പടത്തിനും പിടി വീണു. മോഹൻലാലിന്റെ പടവും അതായത് ഇതിലേക്ക് പരാജയത്തിലേക്ക് എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതായത് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ദിലീപ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടോ എന്നാണ് എനിക്കൊരു സംശയമുള്ളത്. അത് സംശയം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഏതൊരു അഭിമുഖത്തിൽ ദിലീപ് ആയിരുന്നു മലയാള സിനിമ ഭരിച്ചത് എന്നുള്ള ചില ആൾക്കാരുടെ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ദിലീപ് എല്ലാവരെയും വശത്താക്കിയത് പല സഹായങ്ങളും ചെയ്തിട്ടാണ്. ദിലീപിന്റെ സഹായം ചെയ്തവരാരും പിന്നീട് ദിലീപിനെതിരെ പറയില്ല. ദിലീപിന്റെ എടുക്കുന്ന പൈസ മേടിച്ച് കല്യാണം നടത്തിയവര്, പൈസ വാങ്ങിച്ച് വീട് നടത്തിയവര്, പൈസ വാങ്ങിച്ചിട്ട് വീട്ടിൽ ചെലവ് നടത്തിയവര്, ഇവരൊക്കെ ദിലീപിന്റെ ആശ്രിതന്മാരായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. അവരൊന്നും ഒരിക്കലും ദിലീപിനെ തള്ളിപ്പറയാൻ നിൽക്കൂല. ഇപ്പോഴും ജോലിയൊന്നും ഇല്ലെങ്കിൽ ദിലീപിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദിലീപ് ഇവിടെ മുടിചൂടാ മന്നൻ തന്നെയാണ്. മോഹൻലാലിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പരാജയം പറ്റിയിരിക്കുന്നത്. ഏതായാലും നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതുക. ബൈ ബൈ.